നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് 2024 മലയാളത്തിലെ ചോദ്യങ്ങളും 2024 പി എസ് സി ചോദിച്ച മലയാളത്തിലെ ക്വസ്റ്റ്യൻസും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തത് ഈ കഴിഞ്ഞ CPO പരീക്ഷയിലെ 10 മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, പി എസ് സി ട്രിക്സിൻ്റെ ടെലഗ്രാം ചാനൽ രാത്രി 10 മണി തൊട്ട് 11 മണി വരെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ഫ്രീ ലൈവ് സെഗ്മെന്റ് നടക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ പി എസ് സി ട്രിക്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, യെസ്. അപ്പം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ CPO പരീക്ഷയിലെ 71ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിപരീത പദം എഴുതുക. ഏതിന്റെ വിപരീത പദമാണ് എഴുതാൻ പറഞ്ഞത്? വിയോഗം. എന്താണ്? വിയോഗത്തിന്റെ വിപരീത പദം എഴുതാനാണ് പി എസ് സി ചോദിച്ചത്. വിയോഗം. നമുക്കറിയാം വിയോഗത്തിന്റെ വിപരീതം ഏതാണ്? സംയോഗം. വിയോഗത്തിന്റെ വിപരീത പദം സംയോഗമാണ്. ഓക്കെ അല്ലേ? വിപരീതം, വിയോഗം, സംയോഗം. ഓക്കെ. അപ്പം 71ാമത്തെ ക്വസ്റ്റ്യൻ ഏത് ഓപ്ഷൻ എ ആണ് സംയോഗം വരുന്നത്. ഓക്കെ അല്ലേ? ഇനി വിപരീത പദം പി എസ് സി ചോദിച്ച പി എസ് സി ഇതുവരെ ചോദിച്ച മറ്റു ക്വസ്റ്റ്യൻസ് ആണ്. പ്രഭാതത്തിന്റെ വിപരീതം ചോദിച്ചു. പ്രഭാതം. എന്താണ് പ്രഭാതം? പ്രഭാതത്തിന്റെ വിപരീതമാണ് പ്രദോഷം. എന്താണ്? പ്രദോഷം. പ്രദോഷം. സെറ്റല്ലേ? അപ്പം വിയോഗം, സംയോഗം, പ്രഭാതം, പ്രദോഷം. എങ്കിൽ രസത്തിന്റെ വിപരീതം എന്താണ്? രസം നീരസമാണ്. എന്നാണ്? നീരസം. എങ്കിൽ സാക്ഷരം. എന്താണ്? സാക്ഷരത്തിന്റെ വിപരീതം എന്താണ്? നിരക്ഷരം. സാക്ഷരതും നിരക്ഷരതും പറയല്ലേ? അപ്പം സാക്ഷരം, നിരക്ഷരം. ഇനി വൃഷ്ടി. വൃഷ്ടിയുടെ വിപരീതം എന്താണ്? അനാവൃഷ്ടി. എന്താണ്? അനാവൃഷ്ടി. ഓക്കെ അല്ലേ? ഇനി സമത്തിന്റെ വിപരീതം എന്താണ്? സമം, അസമം. ഓക്കെ അല്ലേടാ? യെസ്. ഇനി ലക്ഷണം. ലക്ഷണത്തിന്റെ വിപരീതം എന്താണ്? വിലക്ഷണമാണ്. എന്നാണ്? വിലക്ഷണം. എങ്കിൽ സുലഭത്തിന്റെ വിപരീതം എന്താണ്? സുലഭം, ദുർലഭം. ഓക്കെ അല്ലേ? യെസ്. കൂടി ഞാൻ പറയാം. വിയോഗത്തിന്റെ വിപരീതം വിയോഗമാണ്. അല്ല, വിപരീത പദങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിയോഗം, സംയോഗം, പ്രഭാതം, പ്രദോഷം. ഇനിയോ രസം, നീരസം, സാക്ഷരം, നിരക്ഷരം, വൃഷ്ടി, അനാവൃഷ്ടി, സമം, അസമം, ലക്ഷണം, വിലക്ഷണം, സുലഭം, ദുർലഭം. ഞാൻ ഒന്നുകൂടി വായിക്കാം. വിയോഗം, സംയോഗം, പ്രഭാതം, പ്രദോഷം, രസം, നീരസം, സാക്ഷരം, നിരക്ഷരം, വൃഷ്ടി, അനാവൃഷ്ടി, സമം, അസമം, ലക്ഷണം, വിലക്ഷണം, സുലഭം, ദുർലഭം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് 72ാമത്തെ ക്വസ്റ്റ്യൻ ചർച്ച ചെയ്തൂടെ? യെസ്. 72ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 72ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നതിൽ വിഹഗം എന്നർത്ഥം വരുന്ന പദം ഏത്? നമുക്കറിയാം വിഹഗം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഹഗം. യെസ്. ഓപ്ഷൻ ഡി പക്ഷിയാണല്ലേ? പക്ഷി. അപ്പൊ നമുക്ക് പക്ഷിയുടെ പര്യായം പഠിച്ചൂടെ? പക്ഷി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി പഠിക്കുക. ഓക്കെ അല്ലേ? ഇനി പക്ഷിയുടെ പര്യായമാണ് പതംഗം, വിഹഗം, ഖഗം. എന്താണ്? ഗഗം. അപ്പം പക്ഷി, പതംഗം, വിഹഗം,
ഗഗം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ പക്ഷിയുടെ പര്യായങ്ങളാണ്, ഇതാണ് ചോദിച്ചത്. വിഹഗമാണ് ഇവിടെ ചോദിച്ചത്. അപ്പോൾ പക്ഷിയുടെ പര്യായമാണ് പതംഗം, വിഹഗം, ഗഗം. പതംഗം, വിഹഗം, ഗഗം. എങ്കിൽ പക്ഷിക്കൂട്, പക്ഷിക്കൂട് എന്താണ് പക്ഷിക്കൂട് വരിക? പക്ഷിക്കൂടിൻ്റെ പര്യായം പറഞ്ഞേ. പക്ഷിക്കൂട്, പക്ഷിക്കൂടിൻ്റെ പര്യായമാണ് പഞ്ചരം. എന്താണ്? പഞ്ചരം. പക്ഷിക്കൂടിൻ്റെ പര്യായം പഞ്ചരം. നീടം. എന്താണ്? നീടം, നീടം. ഇനിയോ കുലായം, കുലായം. ഓക്കെ അല്ലേടാ? എൻ്റെ എഴുത്ത് എന്തെങ്കിലും ഇതുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കാൻ? ഓക്കെ, അതൊക്കെ ഒന്ന് എന്താണ് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം പക്ഷിയുടെ പര്യായം പതംഗം, വിഹഗം, ഗഗം. എങ്കിൽ പക്ഷിക്കൂട്, പഞ്ചരം, നീടം, കുലായം. പഞ്ചരം, നീടം, കുലായം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ആണ് പകലി. പകലി എന്താണ്? പകലി, പകലി. പകലിൻ്റെ പര്യായം എന്താണ്? പകലിൻ്റെ പര്യായം അഹസ്, അഹസ്, അഹസ്. ഇനിയോ അഹസ്. വാസരം, വാസരം. വായാണേ, വായാണേ. വാസരം. ദിവം. എന്താണ്? ദിവം, ദിവം. അപ്പം പകല്, അഹസ്, വാസരം, ദിവം. ഓക്കെ അല്ലേ? ഇനി PSC എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ് പാമ്പ്. പാമ്പിൻ്റെ പര്യായം പാമ്പ്. എന്താണ്? പാമ്പ്, പാമ്പ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം യെസ്, പാമ്പ്. എന്താണ് പാമ്പിൻ്റെ പര്യായം? യെസ്, പാമ്പിൻ്റെ പര്യായമാണ് പന്നകം. പന്നകം എന്ന് പറഞ്ഞാൽ പാമ്പാണ്. അതുപോലെ ചക്ഷുശ്രവണൻ, ചക്ഷുശ്രവണൻ, ചക്ഷുശ്രവണൻ. ഇനിയോ ഫണി. ഇനിയോ അഹി. എന്താണ്? അഹി. അപ്പം പാമ്പിൻ്റെ പര്യായമാണ് പന്നകം, ചക്ഷുശ്രവണൻ, ഫണി, അഹി. ഓക്കെ അല്ലേ? ഇനി പർവ്വതം. എന്താണ്? പർവ്വതം, പർവ്വതം, പർവ്വതം. അദ്രി. പർവ്വതത്തിൻ്റെ പര്യായമാണ് അദ്രി, അദ്രി. അചലം, അദ്രി, അചലം. ഇനിയോ ഗിരി. ഇനിയോ ശൈലം. ഇനിയോ അകം. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ PSC ചോദിച്ച ചോദ്യം ഇത് വിഹഗം എന്ത് എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? പക്ഷിയാണല്ലേ? എങ്കിൽ പക്ഷിയുടെ പര്യായം എന്താണ്? പതംഗം, വിഹഗം, ഗഗം. ഓക്കെ അല്ലേ? ഇനി PSC ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷിക്കൂട്. പക്ഷിക്കൂട് എന്താണ്? പഞ്ചരം, നീടം, കുലായം. പക്ഷിക്കൂട്, പഞ്ചരം, നീടം, കുലായം. എങ്കിൽ പകല്. പകൽ എന്താണ്? അഹസ്, വാസരം, ദിവം. അഹസ്, വാസരം, ദിവം. പകല്, അഹസ്, വാസരം, ദിവം. എങ്കിൽ പാമ്പിൻ്റെ പര്യായം പറഞ്ഞേടാ. പന്നകം. സ്ഥിരം ചോദ്യമാണ് ഇതെന്ന്. ചക്ഷുശ്രവണൻ എന്നാണ്. ചക്ഷുശ്രവണൻ എന്തിൻ്റെ പര്യായമാണ്? ചോദിക്കാറുണ്ട്. PSC പലതവണ ആവർത്തിച്ചു. പാമ്പിൻ്റെ ആണല്ലേ? പന്നകം, ചക്ഷുശ്രവണൻ, ഫണി, അഹി. ഫണി, അഹി. പാമ്പ്, പന്നകം, ചക്ഷുശ്രവണൻ, ഫണി, അഹി. ഇനി പർവ്വതം. അദ്രി, അചലം, ഗിരി, ശൈലം, അകം. ഓക്കെ അല്ലേ? അപ്പം പർവ്വതം, അദ്രി, അചലം, ഗിരി, ശൈലം, അകം. ഓക്കെ അല്ലേടാ? അപ്പം ഇതൊക്കെ അറിയാത്ത കൂട്ടുകാർ എന്താക്കുക? ഇതൊക്കെ ഒന്ന് ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക. പിന്നീട് പരീക്ഷ നിരന്തരമായിട്ട് വായിച്ചുകൊണ്ടേ ഇരിക്കുക. ഇനി
1, 2, 3 ദിവസം പഠിച്ചുകൊണ്ടേയിരിക്കുക. അതിനുശേഷം നിങ്ങളുടെ പരീക്ഷയുടെ തലേന്ന് എൽ ഡി ക്ലർക്കിൻ്റെ പരീക്ഷ അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന മറ്റു പരീക്ഷയുടെ തലേന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് ഓടിച്ചു പോവുക. ഇനിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് പരീക്ഷ ഹാളിൽ ഇതിന് ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ കട്ടിയാണ്, എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് ഇതൊന്നും തലയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് നിന്നാൽ നിങ്ങൾക്ക് 1 മാർക്ക് പോകും. ഇത് കാണുന്ന ഒരു കൂട്ടുകാർക്കും അത്രയും ബ്രില്യൻ്റ് ആയ കൂട്ടുകാർക്ക് മാത്രമേ ഒരു തവണ വായിച്ച് അല്ലെങ്കിൽ 2 തവണ വായിച്ചിട്ട് ഇതൊക്കെ മനസ്സിൽ നിൽക്കൂ. ഓക്കെ അല്ലേ? ഈ നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന ഈ ക്ലാസ് എടുക്കുന്ന എനിക്ക് വരെ ഇത് 3, 4, 5, 6 തവണ വായിച്ചാൽ മാത്രമേ ഇതൊക്കെ എൻ്റെ മൈൻഡിൽ നിൽക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? അപ്പം അത്രയും ബ്രില്യൻ്റ് അല്ല നമ്മളെല്ലാവരും. ഇങ്ങനെ ഇതിനെ മറികടക്കാനുള്ള വേഗ വഴി നിരന്തരമായ വായന മാത്രമാണ്. ഓക്കെ, ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചുള്ള 73ാമത്തെ ക്വസ്റ്റ്യൻ ചേർത്തെഴുതുക. ചേർത്തെഴുതുക. അപ്പം ചേർത്തെഴുതുക ദുർപ്ലസ് ജനം എന്ന് വരും. ദുർജനം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം വരിക. സി. ദുർജനം എങ്കിൽ ദുർജനം. ഓക്കെ അല്ലേ? അപ്പം ദുർപ്ലസ് 2 കുത്ത് പ്ലസ് ജനം, ദുർജനം. ഓക്കെ അല്ലേ? യെസ്. ഇനി PSC എപ്പം നിരന്തരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആന പ്ലസ് ഭ്രാന്ത്. എഴുതിക്കോ. ആന പ്ലസ് ഭ്രാന്ത്. ആന പ്ലസ് ഭ്രാന്ത് എന്ന് വരും. ആനബ് ഭ്രാന്ത് അങ്ങനെ പ്രൊനൗൺസ് ചെയ്തോ എന്നാൽ മാത്രമേ പരീക്ഷാ ഹാളിൽ ലഭിക്കുകയുള്ളൂ. ആനബ് ഭ്രാന്ത് ആനബ് ഭ്രാന്ത്. ആനബ് ഭ്രാന്ത്. ഓക്കെ അല്ലേ? ആനബ് ഭ്രാന്ത്. യെസ്. അപ്പം ആന പ്ലസ് ഭ്രാന്ത്, ആനബ് ഭ്രാന്ത്. എങ്കിൽ പാതി പ്ലസ് ഫലം. പാതി പ്ലസ് ഫലം എന്ത് വരും? പാതിഫലം. പാതിഫലം. പാതി പ്ലസ് ഫലം, പാതിഫലം. പാതിഫലം. ഓക്കെ അല്ലേടാ? എങ്കിൽ തെറ്റി പ്ലസ് ധാരണ. തെറ്റി പ്ലസ് ധാരണ. തെറ്റി പ്ലസ് ധാരണ എന്തായിട്ട് മാറും? തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണ എങ്ങനെ എഴുതാം? തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണ. ഓക്കെ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ജീവത് പ്ലസ് ശവം. ജീവത് പ്ലസ് ശവം. ജീവത് പ്ലസ് ശവം എന്തായിട്ട് മാറും? ജീവച്ഛവം. എങ്ങനെ എഴുതാം? ജീവച്ഛവം. ജീവച്ഛവം. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ ഉച്ഛിഷ്ടം എങ്ങനെ പിരിച്ചെഴുതാം? ഉച്ഛിഷ്ടം പിരിച്ചെഴുതണേ. ഉച്ഛിഷ്ടം എങ്ങനെ പിരിച്ചെഴുതാം? ഉച്ഛിഷ്ടം എങ്ങനെ എഴുതാം? ഈ ഉച്ഛിഷ്ടമാണ്. ഉച്ഛിഷ്ടം എങ്ങനെ പിരിച്ചെഴുതാം? ഉത് പ്ലസ് ശിഷ്ടം. ഉച്ഛിഷ്ടം എങ്ങനെ എഴുതാം? ഉത് പ്ലസ് ശിഷ്ടമാണ് ഉച്ഛിഷ്ടം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എങ്കിൽ വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി പിരിച്ചെഴുതിയേ. വിദ്യുത് ശക്തി എങ്ങനെ എഴുതാം? വിദ്യുത് ശക്തി ഇങ്ങനെ എഴുതാം. വിദ്യുത് ശക്തി. ഓക്കെ, വിദ്യുത് ശക്തി എങ്ങനെ വിളിച്ചെഴുതാം? വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത്. വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് ശക്തി. എങ്കിൽ ആപച്ചങ്ക പിരിച്ചെഴുതിയടാ. ആപച്ചങ്ക. ആപച്ചങ്ങനെ പിരിച്ചെഴുതിയാം. ആപത് പ്ലസ് ശങ്ക. ആപത് പ്ലസ് ശങ്ക. ആപത് പ്ലസ് ശങ്ക. ആപശങ്ക. ആപച്ചങ്ക. ഓക്കെ അല്ലേടാ? അപ്പം നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ലക്ഷ്യം പരീക്ഷാ ഹാളിൽ നമുക്ക് തെറ്റുകൂടാതെ ഉത്തരം കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കണം. ഓക്കെ അല്ലേ? തെറ്റുകൂടാതെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും കൂടാതെ നല്ല മാർക്ക് ശരി ഉത്തരം കറുപ്പിക്കാൻ വേണ്ടി പറ്റണം. അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം അല്ലേ? അപ്പം നമ്മൾ ഇത്തരത്തിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണോ അത് എഴുതിയിട്ടുള്ളത് അത്തരത്തിൽ തന്നെ വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിലോ
നമുക്ക് പരീക്ഷാ ഹാളിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഇപ്പോൾ ആനഭ്രാന്ത് അല്ലേ അത് ഭ്രാന്ത് എന്ന് പഠിച്ചാലോ അത്തരത്തിൽ തന്നെ നമുക്ക് എന്താണ് കൺഫ്യൂഷൻ ഇല്ലാതെ എന്താണ് പരീക്ഷാ ഹാളിൽ കറുപ്പിക്കാൻ വേണ്ടി പറ്റൂലേ? യെസ്. അപ്പം നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം പരീക്ഷാ ഹാളിൽ ആ 1 മണിക്കൂറിലുള്ള 100 ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ മാർക്കുകൾ നേടുക എന്നത് മാത്രമാണ്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങളൊരു PSC പരീക്ഷ എഴുതിയിട്ട് നാളെ പിറ്റേന്ന് സർക്കാർ ജോലി പ്രവേശിച്ച് കഴിഞ്ഞ് ഓഫീസിൽ നിങ്ങളോട് പറയോ ആനഭ്രാന്ത് തിരിച്ചെഴുതാനൊക്കെ പറയോ? അല്ല, അത്തരത്തിലൊന്നും ആരും വന്നിട്ട് ചോദിക്കോ? ഇല്ല, അത്തരത്തിലൊന്നും ഉണ്ടാവില്ല. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? നമ്മുടെ 1 മണിക്കൂറിൽ പരമാവധി ഈ മലയാളത്തിൽ അതുപോലെ തന്നെ കൂടുതൽ മാർക്ക് നേടുക എന്നാണ്. അപ്പം ഇത്തരത്തിൽ മാർക്ക് നേടാനുള്ള കുറുക്ക് വഴി എന്താണ്? പരമാവധി യെസ് എന്താണ് തെറ്റുകൂടാതെ പഠിക്കുക. തെറ്റുകൂടാതെ പഠിക്കാൻ എന്താക്കുക? യെസ് എങ്ങനെയാണോ നമ്മൾ എഴുതുന്നത് അത്തരത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നമുക്ക് പരീക്ഷാ ഹാളിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. സെറ്റിലടാ? യെസ്. എങ്കിൽ 74ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 74ാമത്തെ ക്വസ്റ്റ്യൻ യെസ്. അപ്പം ഈ 73ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് എടുത്ത് പഠിക്കാം. എന്താണ് ദുർജനം പിടിച്ചെടുത്താൽ എങ്ങനെ കിട്ടും? ദുർ പ്ലസ് ദു 2 കുത്ത് പ്ലസ് ജനം ദുർജനം. എങ്കിൽ ആന പ്ലസ് ഭ്രാന്ത് ആനബ് ഭ്രാന്ത്. ആന പ്ലസ് ഭ്രാന്ത് എന്താണ്? ആനബ് ഭ്രാന്ത്. അത്തരത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേ? യെസ്. ഇനി പാതി പ്ലസ് ഫലം പാതിപ്പലം. പാതി പ്ലസ് ഫലം പാതിപ്പലം. ഓക്കെ യെസ്. ഇനി തെറ്റി പ്ലസ് ധാരണ തെറ്റിദ്ധാരണ എങ്ങനെ എഴുതുക? ഈ ധാരണ എന്താണ്? തെറ്റി പ്ലസ് ധാരണ നാമറ്റൊരു ധായാണെങ്കിൽ ഇവിടെ തെറ്റിദ്ധാരണ യുദ്ധത്തിൻ്റെ ധായാണ്. തെറ്റിദ്ധാരണയിൽ യുദ്ധത്തിൻ്റെ ധായാണ് തെറ്റിദ്ധാരണ. എങ്കിൽ ജീവതി പ്ലസ് ശവം എന്തായിട്ട് മാറും? ജീവച്ഛവം. ജീവതി പ്ലസ് ശവം ജീവച്ഛവം. എങ്കിൽ ഉച്ഛിഷ്ടം എങ്ങനെ പിരിച്ചെഴുതുക? ഉദ് പ്ലസ് ശിഷ്ടമാണ് ഉച്ഛിഷ്ടം. എങ്കിൽ വിദ്യുത് ശക്തി എങ്ങനെ എഴുതാം? വിദ്യുത് പ്ലസ് ശക്തിയാണ് വിദ്യുത് ശക്തി. എങ്ങനെ എഴുതാം? വിദ്യുത് പ്ലസ് ശക്തി വിദ്യുത് ശക്തി. എങ്കിൽ ആപച്ചങ്ക എങ്ങനെ പിടിച്ചെഴുതാം? ആപത്ത് പ്ലസ് ശങ്ക ആപശങ്ക. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? യെസ്. എന്താണ് ശരിയായ ജോഡി? യെസ്. ഇതിൽ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്താണ്? വീതി വഴി പാത. ഇതാണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ നെക്സ്റ്റ് 75ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 75ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എതിർലിംഗം എഴുതുക. അപ്പം എന്താണ്? ഭൃത്യ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എതിർലിംഗം എഴുതാനാണ് പറ്റുള്ളൂ. എന്താണ്? ഭൃത്യ. എങ്കിൽ അതിൻ്റെ എതിർലിംഗം എന്താണ്? ഭൃത്യൻ്റെ എതിർലിംഗം എന്താണ്? ഭൃത്യനാണല്ലേ? ഓപ്ഷൻ സി എന്താണ്? ഭൃത്യൻ. എന്താണ്? ഭൃത്യൻ. എങ്കിൽ PSCയുടെ ക്വസ്റ്റ്യൻ എന്താണ്? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ലേഖകൻ. അതിൻ്റെ വിപരീതം എന്താണ്? പുല്ലിംഗം എന്താണ്? അല്ല, സ്ത്രീലിംഗം എന്താണ്? ലേഖകൻ. ലേഖിക. കവി. എന്താണ്? കവി. കവയിത്രി. എങ്കിൽ ദ്വിജൻ. PSCയുടെ ചോദ്യം ദ്വിജൻ പ്രീവിയസ് ഇയർ ആണ്. ദ്വിജൻ എന്താണ്? ദ്വിജ. ഉദ്ഘാടകൻ. എന്ത് വരും? സ്ത്രീലിംഗം എന്ത് വരും? എതിർലിംഗം ഉദ്ഘാടിക. ഇനിയോ വിദുരൻ. എന്ത് വരും? വിധവ. ഇനിയോ ധ്വനി. എന്ത് വരും? ധ്വനി എന്നാണ് വരുക. ധന്വിനി എന്ന് വരും. ധന്വിനി. അപ്പം ഭൃത്യൻ, ലേഖകൻ, ലേഖിക, കവി, കവയിത്രി, ദ്വിജൻ, ദ്വിജ, ഉദ്ഘാടകൻ, ഉദ്ഘാടിക, വിദൂരൻ, വിധവ, ധന്വിനി. ഓക്കെ അല്ലേ? അപ്പം ഭൃത്യൻ, ലേഖകൻ,
ലേഖിക, കവി, കവയിത്രി, ദ്വിജൻ, ദ്വിജ, ദ്വിജൻ, ദ്വിജ, ഉദ്ഘാടകൻ, ഉദ്ഘാടിക, വിദുരൻ. എന്താണ് വിദുരൻ? യെസ്. വിധവ, വിധവയാണ്. യെസ്. അപ്പം വിദുരൻ, വിധവ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇനി ധ്വനി, ധ്വനിനി. ഓക്കെ, സെറ്റ്. ഇനി നെക്സ്റ്റ് 76ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യെസ്, എന്താണ് 76ാമത്തെ ക്വസ്റ്റ്യൻ? 76ാമത്തെ ക്വസ്റ്റ്യൻ ദിഗ്വിജയം. എന്താണ്? ദിഗ്വിജയം. ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. എന്താണ്? ഓപ്ഷൻ ഡി, ദിക്കുകളെ ജയിക്കുന്നത്. എന്താണ്? ഡി. എന്താണ്? ദിക്കുകളെ, ദിക്കുകളെ ജയിക്കൽ. എന്താണ്? ദിക്കുകളെ ജയിക്കൽ, ജയിക്കൽ. ഓക്കെ അല്ലേ? അപ്പം ദിഗ്വിജയം എന്ന പദത്തോട് യോജിക്കുന്നത് എന്താണ്? ദിക്കുകളെ ജയിക്കൽ എന്നാണ്. എങ്കിൽ നെക്സ്റ്റ് 76ാമത്തെ ക്വസ്റ്റ്യൻ പിരിച്ചെഴുതുക. അൻ. എന്താണ്? അവൻ. എന്താണ്? അവൻ. അപ്പം അവൻ എങ്ങനെ പിരിച്ചെഴുതാം നമുക്ക്? അവൻ. യെസ്. അവൻ എങ്ങനെ എഴുതാം? അവൻ. പി എസ് എപ്പോൾ ചോദിക്കാറുണ്ട്? ആ പ്ലസ് അൻ, അവൻ. ആ പ്ലസ് എൻ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ആ പ്ലസ് എൻ. എങ്കിൽ അവൾ എങ്ങനെ പിരിച്ചെഴുതാടാ? അവൾ, അവൾ. യെസ്. അവൾ എങ്ങനെ പിരിച്ചെഴുതിയ? അവൾ എങ്ങനെ പിരിച്ചെഴുതാം? ആ പ്ലസ് അൾ, ആ പ്ലസ് അൾ, അവൾ. ആ പ്ലസ് അൾ, അവൾ. ഓക്കെ, അവൾ. ഓക്കെ, എങ്കിൽ ഉദ് പ്ലസ് ശ്വാസം, ഉച്ഛ്വാസം. ഉച്ഛ്വാസം എങ്ങനെയാണ്? ഉച്ഛ്വാസം, ഉച്ഛ്വാസം. ഉച്ഛ്വാസം പിരിച്ചെഴുതേടാ. ഉച്ഛ്വാസം. ഉദ് പ്ലസ് ശ്വാസം. ഉദ് പ്ലസ് ശ്വാസം, ഉച്ഛ്വാസം. ഇനി ഈ ഋഗ്വേദം, ഋഗ്വേദം പിരിച്ചെഴുതേടാ. ഋഗ്വേദം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ആണ്, പി എസ് ഓൾറെഡി ചോദിച്ചാണ്. ഋഗ്വേദം പിരിച്ചെഴുതിയേ. ഋഗ് പ്ലസ് വേദം. ഋഗ് പ്ലസ് വേദം, ഋഗ്വേദം. എങ്കിൽ 800 പിരിച്ചെഴുതിയേ. 800. എങ്ങനെ എഴുതാം? 800. n പ്ലസ് 100. ഓക്കെ അല്ലേ? ഇനി തലക്കെട്ട്, എങ്ങനെ പിരിച്ചെഴുതാം? തലക്കെട്ട്. തല പ്ലസ് കെട്ട്, തലക്കെട്ട്. തല പ്ലസ് കെട്ട്, തലക്കെട്ട്. എങ്കിൽ മടിശീല, മടി പ്ലസ് ശീല എന്നാണ്. മടി പ്ലസ് ശീല, മടിശീല. എങ്കിൽ മലർപ്പൊടി. എങ്ങനെ എഴുതാം? മലർപ്പൊടി എങ്ങനെ എഴുതാം? പിരിച്ചെഴുതുക. മലർ പ്ലസ് പൊടി, മലർ പ്ലസ് പൊടിയാണ് എന്ത്? മലർപ്പൊടി. മലർ പ്ലസ് പൊടി, മലർപ്പൊടി. എങ്കിൽ കവിൾത്തടം പിരിച്ചെഴുതിയേ. കവിൾത്തടം പിരിച്ചെഴുതിയേടാ. കവിൾത്തടം. നമുക്കറിയാം, കവിൾ പ്ലസ് തടം, കവിൾത്തടം. കവിൾ പ്ലസ് തടം, കവിൾത്തടം. എങ്കിൽ തീക്കനൽ പിരിച്ചെഴുതേടാം. തീക്കനൽ. നമുക്ക് എല്ലാവർക്കും അറിയാലേ. തീ പ്ലസ് കനൽ, തീക്കനൽ. തീ പ്ലസ് കനലാണ് തീക്കനൽ. ഓക്കെ അല്ലേടാ? യെസ്. ഇനി അവൻ എങ്ങനെയാണ്? അവൻ എങ്ങനെ എഴുതാം? ആ പ്ലസ് അൻ, അവൻ. എങ്കിൽ അവൾ എങ്ങനെ എഴുതാം? ആ പ്ലസ് അൾ. ഓക്കെ അല്ലേ? യെസ്. ഞാൻ എന്താക്കി? ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ പറ്റിയേ. യെസ്. ആ പ്ലസ് അള്ളാണ് ഏത്? ആ പ്ലസ് അള്ളാന്നേ. ആ പ്ലസ് അൾ, അവൾ. എങ്കിൽ ഉച്ഛ്വാസം എങ്ങനെ പിരിച്ചെഴുതാം? ഉച്ഛ്വാസം. ഉദ് പ്ലസ് ശ്വാസം, ഉച്ഛ്വാസം. ഉദ് പ്ലസ് ശ്വാസം, ഉച്ഛ്വാസം. ഉദ് പ്ലസ് ശ്വാസം, ഉച്ഛ്വാസം. ഇനിയോ ഋഗ്വേദം എങ്ങനെ പിരിച്ചെഴുതാം? ഋഗ്വേദം എങ്ങനെ പിരിച്ചെഴുതാം? ഋഗ് പ്ലസ് വേദം. കായാണ് എന്താണ്? ഋഗ്വേദം. കായാണ്, അത് ഓർത്ത് വെക്കണേ. ഋഗ് പ്ലസ് വേദം, ഋഗ്വേദം. 800 എങ്ങനെ പിരിച്ചെഴുതാം? 800. n പ്ലസ് 100, 800. ഇനി തലക്കെട്ടോ? തലക്കെട്ട്. തല പ്ലസ് കെട്ട്, തലക്കെട്ട്. മടിശീലയാണെങ്കിലോ? മടി പ്ലസ് ശീല, മടിശീല. മലർപ്പൊടി എങ്ങനെ പിരിച്ചെഴുതാം? മലർ പ്ലസ് പൊടി, മലർപ്പൊടി. കവിൾത്തടം എങ്ങനെ പിരിച്ചെഴുതാം? കവിൾ പ്ലസ് തടം, കവിൾത്തടം. തീക്കനൽ എങ്ങനെ പിരിച്ചെഴുതാം? തീ പ്ലസ് കനൽ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇതൊക്കെ PSC ഓൾറെഡി ചോദിച്ച ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? യെസ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 78ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്.
78ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആഖ്യാനം എങ്ങനെ ശരിയായിട്ട് എഴുതാം? ആഖ്യാനം എങ്ങനെ ശരിയായിട്ട് എഴുതാം? എങ്ങനെ എഴുതാം ആഖ്യാനം? നമുക്കറിയാം ആഖ്യാനം എന്താണ്? ആഖ്യാനം നഖത്തിന്റെ ഖായാണ് ആഖ്യാനം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് ഉത്തരം. എങ്കിൽ അസ്ഥിവാരം എങ്ങനെ എഴുതുക? അസ്ഥിവാരം തറയിൽ നിന്ന് വാരണേ, തറ ഈ സദാത്ത അസ്ഥിവാരം തറയിൽ നിന്ന് വാരുക. അസ്ഥിവാരം എങ്ങനെ എഴുതാ? സദാത്ത അസ്ഥിവാരം. ഓക്കെ അല്ലേ? എങ്കിൽ അസ്ഥികൂടം എഴുതി നോക്കിക്കേടാ. അസ്ഥികൂടം എങ്കിൽ അസ്തമയം എങ്ങനെ എഴുതാം? അസ്തമയം. ഓക്കെ അല്ലേ? ഇനി അശ്വമേധം എങ്ങനെ എഴുതാം? അശ്വമേധം നാം മാർഷ്ടതായാണ് അശ്വമേധത്തിന്. എങ്കിൽ ആഷാഢത്തിന് ഉള്ളിൽ കൂട്ടണോ? യെസ്, ഉള്ളിൽ കൂട്ടണം. എന്താണ്? ഡാക്ക് ആഷാഢം. ഓർത്തേടാ ആഷാഢം. ഇതാണ് ഉള്ളിൽ കൂടണം ഞാൻ പറഞ്ഞത്, ആഷാഢം. എങ്കിൽ ഈ ആസ്വാദ്യം എങ്ങനെ എഴുതാം? ആസ്വാദ്യം. ഓക്കെ അല്ലേ? എങ്കിൽ ഉച്ചിഷ്ടത്തിന് ഏതിട്ടാ? സദാട്ട. ഉച്ചിഷ്ടം. ഓക്കെ അല്ലേടാ? എങ്കിൽ ഉച്ഛ്വാസം എങ്ങനെ എഴുതാ? ഉച്ഛ്വാസം. 200 എങ്ങനെ എഴുതാം? 200. ഓക്കെ അല്ലേ? അപ്പം ആഖ്യാനം ഇങ്ങനെ, അസ്ഥിവാരത്തിന് സദാത്ത, അസ്ഥികൂടം ഇങ്ങനെ, അസ്തമയം എങ്ങനെ എഴുതണം? അസ്തമയം. അശ്വമേധത്തിന് എഴുതുക നാമർഷ്ടത. ആഷാഢത്തിന് ഉള്ളിൽ കൂട്ടണോ? ആഷാഢത്തിന് ഉള്ളിൽ കൂട്ടണം. ഓക്കെ. എങ്കിൽ ആസ്വാദ്യം, ഉച്ചിഷ്ടത്തിന് എഴുതിട്ട സദാട്ട, ഉച്ഛ്വാസം 200. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? എങ്കിൽ 79ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 79ാമത്തെ ക്വസ്റ്റ്യൻ? 79ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന് സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏതാണ്? എന്താണ്? കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഓപ്ഷൻ ഡി, നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണ്. ഓക്കെ അല്ലേ? എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു പഴഞ്ചൊല്ലുകൾ ഞാൻ പറയട്ടെ. കടയ്ക്കൽ നനച്ചാലേ തലയ്ക്കൽ പൊടിക്കൂ. എന്താണ് അതിൻ്റെ അർത്ഥം? കടയ്ക്കൽ നനച്ചാലേ തലയ്ക്കൽ പൊടിക്കൂ. അതായത് ശരിയായ പ്രവൃത്തിക്ക് ശരിയായ ഫലം ലഭിക്കൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ അല്ലേ? അപ്പം കടയ്ക്കൽ നനച്ചാലേ തലയ്ക്കൽ പൊടിക്കൂ എന്ന് പറഞ്ഞാൽ ശരിയായി പ്രവർത്തിച്ചാലേ ശരിയായ ഫലം ലഭിക്കുകയുള്ളൂ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുഴിയാന മതിച്ചാൽ കൊലയാനയാകുമോ എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണ്? ദുർബലൻ പൊക്കിപ്പറഞ്ഞാൽ ശക്തനാവില്ല എന്നാണ്. കുഴിയാന മതിച്ചാൽ കൊലയാനയാകുമോ എന്നർത്ഥം. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുറുക്കന് ആമയെ കിട്ടിയ പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കുറുക്കന് ആമയെ കിട്ടിയ എന്താകും? കുറുക്കന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പം കുറുക്കന് ആമയെ കിട്ടിയ പോലെ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ. ഇനി മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഭയാനകമായി പ്രതീക്ഷിച്ചത് നിസാരമായി ഒഴിഞ്ഞു പോയി എന്നാണ്. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയാനകമായി പ്രതീക്ഷിച്ചത് നിസാരമായി ഒഴിഞ്ഞു പോയി. ഓക്കെ അല്ലേ? ഇനി കാലത്തിനൊത്ത് കോലം കെട്ടണം, അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് ജീവിക്കണം. എന്താണ് കാലത്തിനൊത്ത് കോലം കെട്ടണം. അപ്പം സാഹചര്യം അനുസരിച്ച് ജീവിക്കണം. ഓക്കെ അല്ലേ? അതേ അർത്ഥം പഴഞ്ചൊല്ല് PSC ചോദിച്ചത്. യെസ്. ഇനി തൊണ്ടയിൽ പഴുത്താൽ വിഴുങ്ങുക തന്നെ, അങ്ങനെ എന്താണ് ഇതിൻ്റെ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം? നിസ്സഹായ അവസ്ഥ. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഒന്നുകൂടി ഞാൻ വായിക്കാം. എന്താണ്? കടയ്ക്കൽ നനച്ചാലേ തലയ്ക്കൽ പൊടിക്കൂ, ശരിയായ പ്രവൃത്തിക്ക് ശരിയായ ഫലം ലഭിക്കൂ, കുഴിയാന മതിച്ചാൽ കൊലയാനയാകുമോ എന്നർത്ഥം വരുന്നത് എന്താണ്? ദുർബലൻ പൊക്കി പറഞ്ഞാൽ ശക്തനാവില്ല. കുറുക്കന് ആമയെ കിട്ടിയ പോലെ എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇനി മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറഞ്ഞാലോ? ഭയാനകമായി പ്രതീക്ഷിച്ചത് നിസാരമായി ഒഴിഞ്ഞുപോയി. കാലത്തിനൊത്ത് കോലം കെട്ടണം, സാഹചര്യം അനുസരിച്ച് ജീവിക്കണം, തൊണ്ടയിൽ പഴുത്താൽ വിഴുങ്ങുക തന്നെ, അങ്ങനെ എന്ത് പറഞ്ഞാൽ നിസ്സഹായ അവസ്ഥ. ഓക്കെ അല്ലേ? എങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്, ശരിയായ പരിഭാഷ എന്താണ്? എവരി പോട്ടർ
പ്രൈസസ് ഹിസ് ഓൺ പോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, കാക്കയ്ക്ക്. ഓപ്ഷൻ ബി, കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ്. ഓക്കെ അല്ലേ? അപ്പം എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട് എന്ന് പറഞ്ഞാൽ കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ്. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ PSCയുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ആണ്. വാൾസ് എന്നാണ്. വാൾസ് ഹാവ് ഇയേഴ്സ് എന്നാണ്. വാൾസ് WALLS, ഹാവ് HAVE, ഹാവ് ഇയേഴ്സ് EARS. വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നാണ്. അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. ഓക്കെ അല്ലേ? യെസ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ്. ക്യാച്ച് CATCH, വൺ ഹാൻഡഡ്. വൺ റെഡ് ഹാൻഡഡ് ആണ്. റെഡ് ഹാൻഡഡ്. ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാലോ കയ്യോടെ പിടികൂടുക. കയ്യോടെ പിടികൂടുക. കയ്യോടെ പിടികൂടുക. യെസ്. ഇനി നെക്സ്റ്റ്, ടു ലവ്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ടു ലവ് ഈസ് ഡിവൈൻ അല്ലേടാ? ടു ലവ് ഈസ് ഡിവൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹിക്കുക എന്നത് ദൈവികമാണ്. എന്താണ്? സ്നേഹിക്കുക എന്നത് ദൈവികമാണ്. ഓക്കെ അല്ലേ? അപ്പം വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. ക്യാച്ച് വൺ റെഡ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ കയ്യോടെ പിടികൂടുക. ടു ലവ് ഈസ് ഡിവൈൻ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക എന്നത് ദൈവികമാണ്. ഓക്കെ അല്ലേ? യെസ്. ഇനി പ്രസൻസ് ഓഫ് മൈൻഡ് എന്നതിൻ്റെ മലയാളം എന്താണ്? പ്രസൻസ് ഓഫ് മൈൻഡ് ചോദിച്ചതാണ്. പ്രസൻസ് PRESEN, പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? മനസ്സാന്നിധ്യം എന്നാണ്. മനസ്സാന്നിധ്യം. ഓക്കെ അല്ലേ? എങ്കിൽ യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഭരതവാക്യം എന്ന് ഇംഗ്ലീഷ് എന്താണ്? ഭരതവാക്യം. ഭരതവാക്യം. ഭരതവാക്യം എന്താടാ? ഭരതവാക്യം. ദ എൻഡ് എന്താണ്? ദ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരതവാക്യം. ഭരതവാക്യം. ഓക്കെ അല്ലേ? അപ്പം വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അരമന രഹസ്യം അങ്ങാടിപ്പാട്ട്. ക്യാച്ച് വൺ റെഡ് ഹാൻഡ് എന്ന് പറഞ്ഞാലോ കയ്യോടെ പിടികൂടുക. ടു ലവ് ഈസ് ഡിവൈൻ എന്ന് പറഞ്ഞാലോ സ്നേഹിക്കുക എന്നത് എന്താണ്? ദൈവികമാണ്. പ്രസൻസ് ഓഫ് മൈൻഡോ മനസ്സാന്നിധ്യം. ഭരതവാക്യം എന്ന് പറഞ്ഞാൽ ദ എൻഡ്. ഓക്കെ അല്ലേ? അപ്പം 10 ക്വസ്റ്റ്യൻസും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നിങ്ങളുമായി ഇന്നത്തെ വീഡിയോ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത്. ഓക്കെ. അപ്പം എത്തരത്തിലാണ് ഞാൻ കൂടുതൽ എന്താണ് ക്ലാസ്സിൽ മെച്ചപ്പെടുത്തേണ്ടത്, എന്താണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഫാൾട്ട്, എൻ്റെ കുറവെന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ ഈ വീഡിയോൻ്റെ താഴെ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. രാത്രി 10 മണി തൊട്ട് 11 മണി വരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് 2023 2024 2024 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ ലൈവായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.